ഹേ യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് യൂട്യൂബിൽ ഒരു സാധനം കടന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, രാമായണ വരും വരില്ല, രാമായണയുടെ നായകൻ ഇന്നാളാണ്, രാമൻ ഇന്നാളാണ്, രാവൺ ഇന്നാളാണ്, ഡയറക്ടർ ഇന്നാളാണ്, മലയാളത്തിൽ നിന്ന് പോലും രാമായണം ഉണ്ടാകാൻ പോകുന്നു എന്നങ്ങനെ പല ഗോസിപ്സും പല ചർച്ചകളും ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഒന്നും അധിക കാലം നീണ്ടു നിന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ, നിങ്ങൾ ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിതേഷ് തിവാരി എന്ന സംവിധായകൻ അവതരിപ്പിക്കുന്നു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് രാമായണ. നല്ല കാസ്റ്റുള്ള സിനിമയാണ്, നല്ല വെറൈറ്റി കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള സിനിമയാണ്. സോ നമുക്ക് ത്രില്ലിങ്ങോടെ നമുക്കതിൻ്റെ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ കണ്ടു നോക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീസർ ഇല്ല, ട്രെയിലറിനുള്ള സാധനം ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം AR റഹ്മാൻ ഉൾപ്പെടെ ഇത് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഒഫീഷ്യൽ. സോണി സൗത്ത് മ്യൂസിക്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഹാപ്പി. കാരണം ഇതൊരു ഒരാൾ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നു. സോ ആ ഒരു വിഷ്വൽ ട്രീറ്റ്സ് ഗംഭീരമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ എന്താണ് ഈ ഇൻട്രൊഡക്ഷനിൽ നമുക്കായിട്ട് നിതേഷ് തിവാരി നൽകാൻ പോകുന്നുള്ളത് കണ്ടു നോക്കാം. Use headphones for better experience. Yes. Since the existence of time, the Trinity rules the 3 worlds. Okay. Brahma. God who creates Brahma. Vishnu. God who protects. Shiva. God who destroys. Srishti, Sthiti, Samharam. But when their creation threatened to take over the 3 worlds, the war to end all wars began. This is the immortal story of Rama versus Ravana. എൻ്റെ മോനെ കിട്ടില്ലൻ VFX ആട്ടാ. Ranbir Kapoor as Rama, Sai Pallavi Sita, Sunny Deol Hanuman, Yash Ravana. IMAX. Ramayana, our truth, our history. മോനെ ഏട്ടാ, അത് കിടലിനായിട്ടാ അവസാനം കാണിച്ചത്. ഭയങ്കര ഒരു സംഭവം, ഒരു ഭയങ്കര ത്രില്ലിങ് തന്നെയാണല്ല. എന്താ മോനെ അത് ക്വാളിറ്റി. എടാ, IMAX-ലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട്. കാരണം IMAX-ൽ കാണേണ്ട പടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. രാമനായിട്ട് രൺബീർ കപൂർ, ലക്ഷ്മണനായിട്ട് രവി ദുബെ, സീതയായിട്ട് സായി പല്ലവി, വാവ്, ഹനുമാനായിട്ട് സണ്ണി ഡിയോൾ ആൻഡ് രാവണനായിട്ട് യാഷി. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു കോമ്പിനേഷൻ. പെർഫോമൻസ് കൊണ്ട് കിടിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആൻഡ് മേക്കിംഗ് ക്വാളിറ്റി വാസ് സൂപ്പർബ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്
ദ വൺ ആൻഡ് ഓൺലി AR റഹ്മാൻ. ഇത് തന്നെ ഇതിൽ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയ സാധനം ഇല്ലെങ്കിൽ എമ്മാതിരി സാധനം വെച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് ആ അമ്പ് മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു സ്ലോ ഒരു ഫീമെയിൽ വോയിസും കൂടി ഒരു രക്ഷ ഉണ്ടാവില്ല. പാർട്ട് 1 2026 പാർട്ട് 2 2027. രണ്ടും ദീപാവലി കാണും. കളർഫുള്ള് സാധനമായിരിക്കും. ഈ പോസ്റ്റർ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഒന്നാമത് കൽക്കി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്ന സിനിമയാണ്. സോ അതിനുശേഷം അത്തരം വിഷ്വൽസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിക്കുള്ള സിനിമകൾ ഇനിയും വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഓരോ പ്രേക്ഷകരും. സോ ബോളിവുഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ വിത്ത് AR റഹ്മാൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടി നല്ല കാസ്റ്റുമോട് കൂടി വരുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ നൽകുന്നതായിരിക്കട്ടെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും മറ്റേതാവാതിരുന്നാൽ മതി. അറിയാലോ ഏത് ഞാൻ ഭാരതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. പ്രഭാസിന്റെ വെള്ളത്തിൽ കുത്തിയിരിക്കുന്ന ശ്രീരാമനെ പോലെ ആവാതിരുന്നാൽ മതി എൻ്റെ പടച്ചോനെ. ഒരുമാതിരി പിള്ളേർക്ക് കാണാൻ വെച്ചിട്ടുള്ള കാർട്ടൂണിന്റെ ഗ്രാഫിക്സ് പോലത്തെ സാധനം. എനിവേ 2026 ദീപാവലിക്ക് രാമായണം 1ാം ഭാഗം നമുക്ക് കാണാം. ഇനിയും ഇതിൻ്റെ ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും വണക്കം.